പ്രധാനമായും മുന്നോട്ട് പോയിട്ടുള്ളത്. സാഹചര്യ തെളിവുകളുടെയും സയൻറ്റിഫിക് എവിഡൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ് താഴെ കോടതി ഈ ശിക്ഷ ശരിവെച്ചത്. ട്രയൽ കോടതിയുടെ ശിക്ഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇത് സമൂഹത്തിനുള്ളൊരു സന്ദേശമാണ്, സമൂഹത്തിലെ കുറ്റവാളികൾക്കുള്ളൊരു സന്ദേശമാണ്. കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല എന്നുള്ള കോടതിയുടെ ശക്തമായൊരു താക്കീത് കൂടിയാണ് ഈ വിധി. വളരെ വലിയ ആത്മവിശ്വാസം നൽകാനാണ് ഉത്തരവ്. പോലീസ് സേനയ്ക്ക് മൊത്തം വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. അത് പോലീസ് സേനയുടെയും പ്രോസിക്യൂഷൻ്റെയും ഒത്തൊരുമയോടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായുണ്ടായ ഒരു വിജയമാണിത്. സത്യം വിജയിച്ചിരിക്കുന്നു, ഇരയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രോസിക്യൂട്ടറോട് ഒരു കാര്യം കൂടി, ഈ ശാസ്ത്രീയ തെളിവുകളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ശാസ്ത്രീയ തെളിവുകളും അതിനോടനുബന്ധമായിട്ടുള്ള സാഹചര്യ തെളിവുകളും ഉണ്ട് ഈ കേസിൽ. ശാസ്ത്രീയ തെളിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ പ്രതിയുടെ രക്തം ഈ വീടിൻ്റെ പുറത്തെ വാതിലിൽ നിന്നും പ്രതിയുടെ രക്തം കിട്ടിയിട്ടുണ്ട്. പ്രതിയുടെ രക്തം ഈ കുട്ടിയുടെ ചുരിദാർ ടോപ്പിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. നെയിൽ ക്ലിപ്പിംഗ്സിൽ നിന്നും പ്രതിയുടെ DNA കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതി വിക്ടിമിൻ്റെ പുറത്ത് കടിച്ചതെന്നുള്ള ഭാഗത്തു നിന്നും ഒരു DNA കിട്ടിയിട്ടുണ്ട്. ഈ ശക്തമായ ഈ 4 DNAകളും അതിനോടനുബന്ധിച്ചുള്ള സാഹചര്യ തെളിവുകളും അത് വളരെ വിദഗ്ധമായ രീതിയിൽ കളക്ട് ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിച്ചു. അതിന് ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് ശ്രമിച്ചു. വളരെ സമർത്ഥമായ അന്വേഷണം നടത്തി കുറ്റമറ്റ രീതിയിൽ തെളിവുകൾ ശേഖരിക്കുകയും അത് നല്ല രീതിയിൽ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഈ കേസ് ഇത്തരമൊരു വിധിയിൽ എത്തിച്ചേർന്നത്. അത് തീർച്ചയായും ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും ഇത്തരം കുറ്റകൃത്യങ്ങൾ മേലിൽ ആവർത്തിച്ചിരുന്നുള്ള കൂടുതലൊരു സന്ദേശം കൂടിയായിട്ട് ഈ ജഡ്ജ്മെൻറ്റിനെ കാണണം. അത് ട്രയൽ കോടതിൻ്റെ ജഡ്ജ്മെൻറ്റ് അതേപടി ശരിവെക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്തത്. തീർച്ചയായിട്ടും അതെല്ലാ പ്രതികളും എടുക്കുന്നൊരു വാദമാണ്. അത് ഈ പ്രതി കുറച്ചും കൂടി കൂടുതലായി എടുത്തു എന്ന് മാത്രം. അത് തീർത്തും പൊളിഞ്ഞു പോയി എന്നുള്ളത് ജഡ്ജ്മെൻറ്റ് കൊണ്ട് വളരെ വ്യക്തമാണ്. മുന്നോട്ടുള്ള നടപടിക്രമം പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം ഇനി നടപടിക്രമങ്ങളില്ലാതെ വിധി നടപ്പാക്കുക എന്നുള്ളതാണ്. പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിക്ക് ഇനി സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം.